അങ്ങനെ ആഫ്റ്റർ 3 months തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്നുമാണ് ഫ്ലൈറ്റ്. ഉച്ചയായപ്പോൾ തന്നെ ഫുഡും കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക്. എനിക്ക് പോകാനുള്ള ഫ്ലൈറ്റ് മുംബൈ വഴിയായിരുന്നു. ഡൊമസ്റ്റിക് ടെർമിനലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തു. ഫ്ലൈറ്റ് കയറാൻ ചെന്നപ്പോൾ ഒരു ടെസ്റ്റ്. എയറിന്റെ ബുക്ക് ചെയ്ത് എനിക്ക് കിട്ടിയത് വിസ്താരയുടെ ഫ്ലൈറ്റ് ആയിരുന്നു. ചിലപ്പോൾ ടാറ്റ വിസ്താര ഏറ്റെടുത്ത് കാണും. ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നെ കൈകൂപ്പി സ്വീകരിച്ചു. എന്റെ കാലിന് നീളക്കൂടുതൽ കൊണ്ടാണോന്ന് അറിയില്ല, ലെഗ് സ്പേസ് തീരെ കുറവായിരുന്നു. ടേക്ക് ഓഫ് 10 മിനിറ്റ് ഡിലേ ആയിരുന്നു. മൊബൈൽ ഹോൾഡറും ചാർജിംഗ് പോർട്ടും എല്ലാം ഉണ്ടായിരുന്നതിൽ സിനിമ കണ്ടിരുന്നു കുറച്ചു നേരം. ടേക്ക് ഓഫ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് എത്തി. അങ്ങനെ ചിക്കൻ കറിയുമായി പൊറോട്ട കഴിച്ചു, പിന്നെ വടയും കഴിച്ചു. അപ്പോൾ തന്നെ മധുരമില്ലാത്ത ബ്ലാക്ക് കോഫി വന്നു. പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ട് കലക്കി. കാപ്പിയും കൂട്ടി കേക്കും കഴിച്ചു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അടിപൊളി വ്യൂ ആയിരുന്നു പുറത്ത്. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് മുംബൈയിലെത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. പിന്നെയും ഫ്ലൈറ്റിൽ കയറി. പുതിയ സീറ്റ് എല്ലാം ആയിരുന്നു. അത്യാവശ്യം ലെഗ് സ്പേസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഇവിടുന്ന് 4.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് ദമാമിലേക്ക്. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫുഡ് എത്തി. ടാറ്റാന്റെ വെള്ളം, തൈര്, ബണ്ണ്, ഐസ്ക്രീം, ചോറ്, ചിക്കൻ കറി, ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആപ്പിൾ ജ്യൂസ് വന്നു. അതും കുടിച്ച് കിടന്നുറങ്ങി. ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും ദമാം എത്തി. ലഗേജ് എടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നോഫിലേക്ക് എത്തി. ഇനി നേരെ റൂമിലേക്ക്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.